ഹായ് കൂട്ടുകാരെ, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ കഴിക്കാനും കാപ്പിക്ക് ഇഡലിയും സാമ്പാറുമാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ അവരെ സ്കൂളിൽ അയക്കേണ്ട ചെറിയൊരു ധൃതിയൊക്കെ ഉണ്ട്. എങ്കിലും വലുതായിട്ട് തിരക്കൊന്നുമില്ല കേട്ടോ. കാരണം ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറെടുക്കണ്ട, കാപ്പിയുള്ള ദിവസം അവരത് തന്നെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇനി രണ്ടുപേർക്കും കഴിക്കാൻ കൊടുക്കണം. ഇന്ന് ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെ കൊടുക്കും, ചില ദിവസം അവർ തനിയെ കഴിക്കാറുണ്ട്. ഒരു ചായ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇളയാൾ ചായ പിടിക്കില്ല. അപ്പോൾ രണ്ടുപേരും കഴിച്ച് റെഡിയായി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. ഈ എടുക്കുന്നത് ഉമ്മച്ചിക്ക് കഴിക്കാനാണേ. ഉമ്മച്ചി ഈ വീട്ടിലല്ല താമസം, എങ്കിലും ഞങ്ങൾ അടുത്തടുത്ത് തന്നെയാണ്. അടുത്തെന്ന് പറയുമ്പോൾ ഒരു ചെറിയ മുറ്റത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ആ വീടും ഈ വീടും തമ്മിൽ. ഞാൻ പുതിയ വീട്ടിലോട്ട് താമസം മാറിയിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ആക്കാൻ പോയി. രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് മക്കളുടെ റൂമിലോട്ട് കയറി കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ടിലേക്ക് ഒന്ന് കുടഞ്ഞിടാന്ന് വിചാരിച്ചു. ഇതാണ് മക്കളുടെ റൂം. കട്ടിലിൽ ഇളയ മോള് കിടക്കും, ദിവാനിൽ മൂത്ത മോളും കിടക്കും കേട്ടോ. ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ സാധനങ്ങളൊക്കെ വലിച്ച് വാരി ഇടുന്ന ഒരു കാഴ്ചയൊക്കെ കാണാം. രാവിലെ അവർ എണീക്കുന്നത് പോലെ ഇരിക്കും. നേരത്തെ എണീക്കുമെങ്കിൽ വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. അതല്ല, കുറച്ച് താമസിച്ച് എണീക്കുന്നെങ്കിൽ ധൃതിയായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഇതൊക്കെ കാണും റൂമിൽ. ഇന്നിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഈ പാവ ഉണ്ടല്ലേ, നല്ല പഴക്കമുള്ളതാണ്. കരിമ്പേനും കുത്തി നല്ല ചെളിയൊക്കെ ആയതാണ്. എന്നാലും അവളത് കളയില്ല. കിടക്കുന്ന സമയത്ത് അയാൾക്കത് കൂടെ വേണം. ഇളയ മോളെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പുതിയൊരു പാവയ്ക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്, എങ്കിലും അത് കളയില്ല കേട്ടോ അവൾ. അപ്പോൾ ദാണ്ടെ മൂത്തയാൾ പ്രശ്നമൊന്നുമില്ല. അവൾ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാറായല്ലോ. അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്ത് കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അവൾ തന്നെ എല്ലാം ആയിക്കോളും. ഞാനിപ്പോൾ രണ്ടാമത്തെ റൂമിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ 2 റൂമേ ആകെ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ അവിടെ ഒന്ന് തട്ടി കുടഞ്ഞൊക്കെ ഇട്ടു. വലിയ പണിയൊന്നുമില്ല. ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും അടുക്കളയിലോട്ട് കയറണമല്ലോ. രാവിലത്തേതല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ വീണ്ടും കയറണമല്ലോ. അപ്പോൾ ഇത് അവിയലിനുള്ള അരപ്പാണേ. കറിയും റെഡി ആയിട്ടുണ്ട്. ഇന്ന് കറിക്ക് മീൻ ചാളയാണ് കിട്ടിയത്. ചാള തേങ്ങ അരച്ചിട്ടല്ല വെച്ചത്, പുളിയും മുളകുമാണേ. അതായത് മുളക് കറി എന്നൊക്കെ പറയില്ലേ, ഇവിടെ പുളിയും മുളക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മീനെടുത്ത് പൊരിക്കാനും വെച്ചിട്ടുണ്ട്. രാവിലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്. സാമ്പാർ, അവിയൽ, പൊരിച്ചത്, മീൻകറി. ഇതാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് കഴിക്കാൻ. അതൊക്കെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഈ പാത്രങ്ങൾ ഇനി ഒന്ന് കഴുകണം. പാചകം കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്ത വലിയ പണി എന്ന് പറയുന്നത് അടുക്കള ഒന്ന് ക്ലീൻ ആക്കുന്നതാണല്ലോ. അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ ഇത്ര വലിയ പണി വരില്ല. അത് എല്ലാ ദിവസവും അങ്ങനെ നടക്കില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ അതൊക്കെ കഴിഞ്ഞിട്ടെല്ലാം ഒരുമിച്ച് കഴുകാമെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ടിന്ന് പാചകം കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ക്ലീൻ ആക്കുന്നതാണ് പതിവ്. അപ്പോൾ കുറച്ച് നേരത്തെ അംഗത്തിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വിശ്രമം. എന്താ സുഖമല്ലേ, ഫാൻ ഇട്ട് ഇങ്ങനെ ഒന്ന് കിടക്കുക. ഇനി കുറച്ച് നേരം ഫോണൊക്കെ തോണ്ടിയിട്ട് ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാണ് മിട്ടു. ഇയാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇവിടത്തെ പൂച്ച പ്രസവിച്ചതെന്നല്ല കേട്ടോ, ആരോ കൊണ്ട് കളഞ്ഞതാണ്. 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ. 2 പേരെ വേറെ ആരോ വളർത്താനായിട്ട് കൊണ്ടുപോയി. ഞാനെടുത്തത് ഇവനെയാണ് കേട്ടോ. അപ്പോൾ ഇവള് തുമ്പി, ഇവള് പേർഷ്യൻ ക്യാറ്റാണേ. ഇവളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളോടൊക്കെ സ്നേഹവും ഇതൊക്കെയാണ്, എങ്കിലും അടുത്ത് കിടക്കുകയോ അല്ലെങ്കിൽ അവളെ തുറന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. നമ്മൾ താലോലിക്കാനൊക്കെ ചെല്ലുവാണെങ്കിൽ അവളുടെ കാര്യം നോക്കി പോകും കേട്ടോ. കണ്ടില്ലേ, അവൾക്ക് വിശേഷമുണ്ട്. വയറൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഡെലിവറിയൊക്കെ അടുക്കാറായേ. ഇന്ന് ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ അടുത്ത് ചെന്നപ്പോഴും ആൾ പോകുന്നില്ല. അല്ലെങ്കിൽ ഇതുപോലെ തൊടയൊക്കെ ചെയ്യുമ്പോഴത്തേനും ആൾ പോണതാണ്. അപ്പോൾ ഞാൻ ആ തക്കം കൊണ്ടിട്ട് വെറുതെ ഇങ്ങനെയൊക്കെ തടവി കൊടുക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അവൾ കിടക്കുന്നുണ്ട്. പക്ഷേ മറ്റേ അവനുമായിട്ട് ഇങ്ങനെ അടുക്കാറില്ല, വലിയ രീതിക്കൊന്നും അടുക്കാറില്ല അവൾ. ഇത് കണ്ടില്ലേ, ഏത് രീതിക്ക് എങ്ങനെ വെച്ചാലും അതുപോലെ കിടക്കും. അങ്ങനെ തന്നെ അവന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ. നമ്മളെങ്ങനെ വയ്ക്കുമോ അതുപോലെ കിടക്കും. നല്ല സ്നേഹമാണ് കേട്ടോ. നമ്മുടെ പിറകെ എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ കൂടെ വരെയൊക്കെ ചെയ്യും. മടിയിലൊക്കെ ഉറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, ഇവള് ഇതുപോലെ അടുത്തവനുണ്ടെങ്കിൽ അവൾ ഇതുപോലെ കിടക്കാറില്ല. അപ്പോൾ ഇന്ന് ക്ഷീണം കൊണ്ടായിരിക്കും കിടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായേ. അപ്പോൾ ഞാനിത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിക്കാൻ എടുക്കാനായിട്ടുള്ളത്.
മീൻ പൊരിച്ചത്, അവിയൽ, സാമ്പാർ, മീൻ കറി. അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.